SFI പ്രതിഷേധത്തിനിടെ കാലിക്കറ്റ് സർവകലാശാലയിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പങ്കെടുത്ത സെമിനാർ വേദിയിൽ നിന്നും വിട്ടുനിന്ന് വൈസ് ചാൻസലർ. ഗവർണർ ഉദ്ഘാടകനായ യൂണിവേഴ്സിറ്റി സനാതന ധർമ്മ പീഠം ചെയറും ഭാരതീയ വിചാര കേന്ദ്രവും ചേർന്ന് നടത്തിയ സെമിനാറിൽ നിന്നാണ് വൈസ് ചാൻസലർ MK ജയരാജ് വിട്ടുനിന്നത്. ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് വിട്ടുനിൽക്കുകയാണെന്ന് അദ്ദേഹം അറിയിച്ചു. സെമിനാറിൽ അധ്യക്ഷനാകേണ്ടിയിരുന്നത് വൈസ് ചാൻസലർ MK ജയരാജ് ആയിരുന്നു. VC പങ്കെടുക്കാതിരുന്ന പരിപാടിയിൽ നിന്ന് പ്രോ ചാൻസലറും വിട്ടുനിന്നു. VCയുടെ അഭാവത്തിൽ സ്വാമി ചിദാനന്ദപുരിയാണ് പരിപാടിക്ക് അധ്യക്ഷത വഹിച്ചത്. ഗവർണർ പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ കീഴ്വഴക്കം പ്രകാരം വൈസ് ചാൻസലർ അധ്യക്ഷത വഹിക്കേണ്ടതാണെന്നും എന്നാൽ എന്തുകൊണ്ടാണ് അദ്ദേഹം വരാത്തതെന്ന് അറിയില്ലെന്നും ചിദാനന്ദപുരി പറഞ്ഞു. VC പങ്കെടുക്കുന്നില്ലെങ്കിൽ പകരം പ്രോ വൈസ് ചാൻസലറെ അയക്കേണ്ടതായിരുന്നുവെന്നും എന്നാൽ ഇവിടെ കീഴ്വഴക്കം ലംഘിക്കപ്പെട്ടുവെന്നും അദ്ദേഹം പറഞ്ഞു. പരിപാടിക്ക് ശേഷം ഇതേക്കുറിച്ച് ഗവർണറോട് മാധ്യമങ്ങൾ ചോദിച്ചെങ്കിലും അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറായില്ല. ക്യാമ്പസിൽ സനാതന ധർമ്മ പീഠത്തിന്റെയും ഭാരതീയ വിചാര കേന്ദ്രത്തിന്റെയും സെമിനാറിനായാണ് പ്രധാനമായും ഗവർണർ കോഴിക്കോട്ടെത്തിയത്. ഇതിന്റെ ഭാഗമായാണ് അദ്ദേഹം ക്യാമ്പസിലെ ഗസ്റ്റ് ഹൌസിൽ തങ്ങുന്നതും. പരിപാടി നടക്കവെ വൻ പ്രതിഷേധവുമായി SFI പ്രവർത്തകർ സെമിനാർ ഹാളിന് പുറത്ത് നിലയുറപ്പിച്ചിരുന്നു. സെമിനാർ ആരംഭിക്കുന്നതിന് മുൻപും SFIക്കാർ ക്യാമ്പസിൽ വലിയ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. നൂറുകണക്കിന് SFI പ്രവർത്തകരെ ഗവർണർ താമസിക്കുന്ന ഗസ്റ്റ് ഹൌസിന് സമീപം പോലീസ് തടഞ്ഞു. SFI സംസ്ഥാന സെക്രട്ടറി PM ആർഷോ അടക്കമുള്ള പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. അതിനിടെ SFI ഗുണ്ടകളുടെ സംഘടനയാണെന്ന് സെമിനാറിൽ പങ്കെടുക്കാൻ വേദിയിൽ കയറുന്നതിന് തൊട്ടുമുൻപ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. തനിക്കെതിരെ സർവകലാശാലയിൽ പ്രതിഷേധിക്കുന്ന SFI പ്രവർത്തകരെ പോലീസ് സുരക്ഷയിൽ മുഖ്യമന്ത്രിയാണ് അയക്കുന്നതെന്ന് ഗവർണർ ആവർത്തിച്ച് ആരോപിച്ചു. കോഴിക്കോട്ടെ തെരുവുകളിൽ 2 മണിക്കൂർ നേരം ചെലവഴിച്ച തനിക്കെതിരെ ഒരു ചെറിയ പ്രതിഷേധം പോലും എവിടെയും ഉണ്ടായില്ല. ഇവിടെ മാത്രം പ്രതിഷേധിക്കുന്ന 200ഓളം വരുന്ന SFIക്കാർ ക്രിമിനലുകളും ഗുണ്ടകളുമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഗവർണർ താമസിച്ച ഗസ്റ്റ് ഹൌസിലേക്ക് ബാരിക്കേഡ് മറികടന്ന് അകത്തു കയറാൻ ശ്രമിച്ച 2 വിദ്യാർത്ഥികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ക്യാമ്പസിന്റെ വിവിധ ഭാഗങ്ങളിലൂടെ കയറാനും SFI പ്രവർത്തകർ ശ്രമിച്ചെങ്കിലും അവരെ പോലീസ് തടഞ്ഞു. ഇതിനിടെ പോലീസും വിദ്യാർത്ഥികളും തമ്മിൽ ഏറ്റുമുട്ടുന്ന സ്ഥിതിയുണ്ടായി. 2000-ലേറെ പോലീസുകാരെയാണ് ഗവർണറുടെ സുരക്ഷയ്ക്കായി സർവകലാശാല ക്യാമ്പസിൽ നിയോഗിച്ചത്. നൂറുകണക്കിന് SFI പ്രവർത്തകരാണ് കറുത്ത വസ്ത്രവും കറുത്ത ബലൂണും ഗവർണർക്കെതിരായ മുദ്രാവാക്യങ്ങളുമായി പരീക്ഷാഭവന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചത്. ഇതിനിടയിൽ ഒരു വിഭാഗം പ്രവർത്തകർ ബാരിക്കേഡ് മറികടന്ന് ഗസ്റ്റ് ഹൌസിന് സമീപമെത്തി പ്രതിഷേധിച്ചിരുന്നു. ഈ സംഭവത്തിന് ശേഷമാണ് ഗവർണർ സെമിനാറിൽ പങ്കെടുക്കാനായി പോയത്. കാലിക്കറ്റ് സർവകലാശാല സനാതന ധർമ്മ പീഠവും ഭാരതീയ വിചാര കേന്ദ്രവുമാണ് സെമിനാർ നടത്തിയത്. സെമിനാർ അവസാനിച്ച ശേഷം ഗവർണർ ഇന്നു രാത്രി 8ഓടെ തിരുവനന്തപുരത്തേക്ക് തിരിച്ചു.